അപ്പോൾ ഖുർആനും സുന്നത്തുമാകുന്ന രണ്ടു പ്രമാണങ്ങൾ ഒറ്റവാക്ക് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വഹയ്. അപ്പോൾ ഖുർആനും വഹയാണ്, ഹദീസും വഹയാണ്. ഇതാദ്യം ബോധ്യമായെങ്കിലേ ഇസ്ലാമിലെ എല്ലാ പാഠങ്ങളും നിലനിൽക്കുള്ളൂ. ഖുർആൻ തർക്കമില്ല, പക്ഷേ ഹദീസ് ഇപ്പം അങ്ങനെ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എല്ലാം പൊളിഞ്ഞു. അപ്പോൾ ഖുർആനും ഹദീസും വഹയാണ്. ഹദീസ് വഹയല്ല എന്ന് വന്നാൽ അള്ളാഹു ശരീഅത്ത് ആക്കാതെയും ശരീഅത്ത് ഉണ്ടാകും എന്നായി അർത്ഥം. ശാരിഅ് അള്ളാഹുവാണ്. ശരീഅത്ത് നിയമങ്ങൾ പഠിപ്പിക്കുവാൻ അർഹതയുള്ളവൻ അള്ളാഹു തആല മാത്രം. അപ്പോൾ റബ്ബ് പഠിപ്പിക്കാത്ത നിയമം പറയാൻ നബിക്ക് പോലും അധികാരമില്ല. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. സൂറത്തുൻ നജ്മിലെ 3-4 ആയത്തുകൾ. അപ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരം അവിടുന്ന് സംസാരിക്കുകയില്ല, അള്ളാഹുവിൻ്റെ വഹ്യ് പ്രകാരം വഹ്യ് അടിസ്ഥാനമാക്കി മാത്രമല്ലാതെ. അപ്പോൾ അള്ളാഹു തആലയാണ് ശാരിഅ്. ആ റബ്ബ് അറിയിച്ചത് മാത്രമാണ് ശരീഅത്ത്. ഇപ്പം ഹദീസ് വഹയല്ല എന്ന് ഒരാൾ ധരിക്കുന്നുവെങ്കിൽ അതിനർത്ഥം നബിതങ്ങൾ വഹയില്ലാതെയും മതം ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാവും. അഥവാ ശാരിഅ് അള്ളാഹു മാത്രമല്ല, അള്ളാഹുവിനെ കൂടെ നബിക്ക് കൂടി ശരീഅത്തുണ്ടാക്കാൻ അധികാരമുണ്ടായിരുന്നു എന്ന് വരും. അത് വലിയ അപരാധമുള്ള ആശയമാണ്. അതുകൊണ്ട് തന്നെ ഖുർആനും വഹയാണ്, ഹദീസും വഹയാണ്. ഖുർആനും ഹദീസും തമ്മിലുള്ള ബന്ധങ്ങളും വ്യത്യാസങ്ങളുമൊക്കെ നമ്മൾ ഹദീസ് ക്ലാസിൻ്റെ ആമുഖത്തിൽ പറഞ്ഞിരുന്നു. ഹദീസ് ക്ലാസ് ഫസ്റ്റ് ക്ലാസ്സിൽ ആമുഖം പറഞ്ഞപ്പോൾ ഖുർആനും ഹദീസും തമ്മിലുള്ള ബന്ധങ്ങൾ ആർക്ക് ഓർമ്മ ഉണ്ടാവും? പറഞ്ഞ 3 പോയിന്റ് പറഞ്ഞിരുന്നു. ഖുർആനും ഹദീസും തമ്മിലുള്ള ബന്ധങ്ങൾ: ഒന്ന്, ഖുർആനിൽ പരാമർശിച്ച വിഷയം അതേപടി ഹദീസിലും പരാമർശിക്കും. റമദാൻ നോമ്പെടുക്കണം, ഖുർആൻ പറഞ്ഞ കാര്യമാണ്. അങ്ങനെ തന്നെ ഹദീസിലുമുണ്ട്. സൂമു ഷഹറക്കും, നിങ്ങൾ റമദാൻ മാസത്തിൽ നിങ്ങൾ നോമ്പെടുക്കുക. ഖുർആൻ പറഞ്ഞ കാര്യം അങ്ങനെ തന്നെ ഹദീസിലും വന്നു. അപ്പോൾ എന്തിനാണ് പറഞ്ഞത്? ഒന്നുകൂടെ ബലം കൂടി അക്കാര്യം ഖുർആനും ഹദീസിലുമുണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ അതിന് ശക്തി കൂടി. 2, ഖുർആനിൽ പഠിപ്പിച്ച കാര്യത്തിൽ തന്നെ ഹദീസ് ഒന്നുകൂടെ വിശദീകരിച്ചും വ്യക്തമാക്കിയും തരും. ഖുർആൻ പൊതുവായി പറഞ്ഞത് ഹദീസ് പ്രത്യേകമാക്കും. ഖുർആൻ മൊത്തത്തിൽ പറഞ്ഞതിനെ ഹദീസ് ഒന്നുകൂടെ അതിനെ വിശദീകരിച്ച് തരും. നമ്മളന്ന് ഉദാഹരണം പറഞ്ഞിരുന്നു. ഖുർആൻ പറഞ്ഞു ശവം ഹറാമാകുന്നു. ഏത് ശവം എന്ന് പറഞ്ഞില്ല. ഹുരിമത്ത് അലൈക്കുമുൽ മൈത്തത്തു, ശവം നിങ്ങൾക്ക് ഹറാമാണ്. ആ ആയത്ത് പ്രകാരം ലോകത്തുള്ള ഏത് ശവവും ഹറാമാണ് ആയത്ത് പ്രകാരം. എന്നാൽ അവിടെ ഉദ്ദേശിക്കപ്പെട്ട ശവം എല്ലാ ശവവുമല്ല, ചില ശവങ്ങൾ ഹലാലാണ് എന്ന് ഹദീസിന് മനസ്സിലായി. അതാണ് മത്സ്യവും വെട്ടുകിളിയും. ഒഹില്ലത്തിലാ മൈത്തത്താനി വദമാനി, 2 ശവം നമുക്ക് ഹലാലായിരിക്കുന്നു എന്ന് ഹദീസിലുണ്ട്. അതിൽ ഒന്ന് മത്സ്യം, മറ്റൊന്ന് വെട്ടുകിളി. അസ്സമക്കു വൽ ജറാദ്, മത്സ്യവും വെട്ടുകിളിയും എന്നാണ്. അപ്പോൾ മത്സ്യം ചത്താലും ഭക്ഷിക്കാം. അപ്പോൾ ഖുർആനിൽ പറഞ്ഞ ശവം ഹറാം എന്ന ആയത്തിന് അർത്ഥവ്യാപ്തി കുറഞ്ഞു. ആ ആയത്ത് മാത്രമുള്ളുവെങ്കിൽ ചത്ത മത്സ്യം കഴിക്കാൻ പറ്റൂല, ശവം ഹറാമാകുന്നു എന്നാണ് പ്രയോഗം. അപ്പോൾ ആ ആയത്തിൻ്റെ അർത്ഥവ്യാപ്തിയെ ഈ ഹദീസ് കുറച്ചു. അപ്പോൾ ഹുരിമത്ത് അലൈക്കുമുൽ മൈത്ത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതിനർത്ഥം എന്താണ്? മത്സ്യവും വെട്ടുകിളിയും അല്ലാത്ത ശവം നിങ്ങൾക്ക് ഹറാമാകുന്നു എന്നായി മാറി. അപ്പോൾ ഖുർആനിൽ പൊതുവായി പറഞ്ഞ കാര്യത്തിനെ ഹദീസ് പ്രത്യേകമാക്കി. മറ്റൊന്ന്, ഖുർആൻ മൊത്തത്തിൽ പറഞ്ഞതിനെ ഹദീസ് വിശദീകരിക്കും. 5 വക്ത് നിസ്കരിക്കണം ഖുർആൻ പറഞ്ഞു. എപ്പോൾ നിസ്കരിക്കണം, എത്ര നിസ്കരിക്കണം, എങ്ങനെ നിസ്കരിക്കണം, എത്ര റക്അത്താണ്, ഏതൊക്കെ നിസ്കാരങ്ങൾ, അതിൽ പാലിക്കേണ്ട മര്യാദ എന്താണ്, ഇതൊക്കെ ഹദീസിലാണ് വന്നത്. അപ്പോൾ ഖുർആൻ മൊത്തത്തിൽ പറഞ്ഞു, ഹദീസ് അതിനെ വിശദീകരിച്ചു. മറ്റൊന്ന്, ഖുർആനിൽ പരാമർശിക്കാത്ത വിഷയം ഹദീസിൽ വരും. ഖുർആൻ അങ്ങനെ വിഷയമേ ഇല്ല എന്ന ഹദീസിൽ മാത്രം പഠിപ്പിക്കപ്പെടുന്നു. ഉദാഹരണം പറഞ്ഞു, ഒരു സ്ത്രീയെയും അവളുടെ മാതൃ സഹോദരിയെയും ഒരേ സമയം ഭാര്യമാരാക്കി വെക്കാൻ പാടില്ല. ഒരു സ്ത്രീയെയും അവളുടെ സഹോദരിയെയും പാടില്ല. ഖുർആൻ പറഞ്ഞു, വഅൻ തജ്മഉ ബൈനൽ ഉഖ്തൈൻ, 2 സഹോദരിമാരെ ഒരേ സമയം ഒരാൾ ഭാര്യമാരാക്കി വെക്കാൻ പാടില്ല. ഒരാൾ വിവാഹം കഴിച്ചു, അവളെ ഒഴിവാക്കിയാൽ വേണമെങ്കിൽ അവൾ അനിയത്തിയെ കെട്ടാം, അല്ലെങ്കിൽ ഭാര്യ മരിച്ചാൽ ഭാര്യയുടെ അനിയത്തിയെ കല്യാണം കഴിക്കാം. എന്നാൽ ഒരാളെയും അവളുടെ അനിയത്തി ജ്യേഷ്ഠത്തിയെയും ഒരേ സമയത്തൊരാൾ ഭാര്യമാരാക്കി വെക്കുക എന്നത് പാടില്ല. ഖുർആൻ പഠിപ്പിച്ച കാര്യമാണ്. എന്നാൽ ഹദീസിൽ പറഞ്ഞു, ഒരു സ്ത്രീയെയും
അവളുടെ മാതൃ സഹോദരിയെയോ പിതൃ സഹോദരിയെയും ഒന്നിച്ച് ഭാര്യമാരാക്കി വെക്കാൻ പാടില്ല. ഒരു സ്ത്രീ അവളുടെ എളാമ മുത്തമ്മ അല്ലെങ്കിൽ അവളുടെ അമ്മായി രണ്ടാളും ഒന്നിച്ച് വിവാഹം കഴിക്കുക, അത് പാടില്ല. ഒരു പെണ്ണിനെ കെട്ടി ഓള് മരിച്ചു, ഓളെ അമ്മായിനെ കെട്ടാൻ പറ്റുമോ? പറ്റും. അവളുടെ എളാമയെ കെട്ടാൻ പറ്റുമോ? പറ്റും. എന്നാൽ ഇവൾ ഉണ്ടായിരിക്കെ തന്നെ ഓളെ എളാമനെ പോയി കെട്ടാൻ പറ്റുമോ? അത് പറ്റൂല. ഇത് ഖുർആനിലില്ല, ഹദീസിൽ മാത്രമാണ് പഠിപ്പിക്കപ്പെട്ടത്. കേട്ടില്ല? മെഹ്റമോ? മെഹ്റം താൽക്കാലിക മെഹ്റം, വിവാഹത്തിന് മാത്രം, അല്ലാത്തിന് ബാധകമല്ല. വിവാഹം കഴിക്കാൻ പാടില്ല എന്നതിൽ മാത്രം മെഹ്റം മുവക്കത്ത് എന്ന് പറയും. തൊട്ടാവത് മുറിയും അന്യ സ്ത്രീയുടെ ഹുക്കുമുകളൊക്കെ ഉണ്ട്, വിവാഹം കഴിക്കാൻ പാടില്ല. അതും താൽക്കാലികം മാത്രം. ഇവിടെ ഒഴിവാക്കിയാലോ അയാളമ്മനെ കെട്ടാം. എന്നാൽ ഓളമ്മ ശാസ്ത്രമായ മെഹ്റമാണ്. ഒരു ഭാര്യയെ ഒഴിവാക്കിയാലും ഭാര്യൻ്റെ അമ്മനെ പോയി കെട്ടാൻ പറ്റുമോ? പറ്റൂല. ഭാര്യ മരിച്ചാലും ഭാര്യ ഒഴിവാക്കിയാലും ഒന്നും ആ അമ്മായിമ്മ പിന്നെ ഒരു കാലത്ത് നമുക്ക് അനുവദനീയമായി മാറുന്നില്ല. എന്നാൽ അവളുടെ മാതൃ സഹോദരിമാർ പിതൃ സഹോദരിമാർ അവരൊക്കെ അങ്ങനെയല്ല. അത് മെഹ്റം മുവക്കത്താണ്, താൽക്കാലികമായ മെഹ്റം. വിവാഹം കഴിക്കാൻ പാടില്ല ഇവൾ നമ്മുടെ ഭാര്യയായിരിക്കെ. അതാണ് വന്തജ്മഉ ബൈനൽ മർഅത്തി വഖാലത്തിഹ. ഒരു സ്ത്രീയെയും അവളുടെ മാതൃ സഹോദരിയെയും ഒരുമിച്ച് വിവാഹം കഴിക്കൽ അല്ലെങ്കിൽ ഒന്നിച്ച് ഭാര്യമാരാക്കി വെക്കൽ അള്ളാഹുവിൻ്റെ റസൂൽ വിലക്കിയിരിക്കുന്നു എന്ന് ഹദീസിൽ കാണാം. അത് ഖുർആനിലില്ല, ഹദീസിൽ മാത്രമേ ഉള്ളൂ. അപ്പം ഇങ്ങനെ ഖുർആനും ഹദീസുമായുള്ള ബന്ധങ്ങൾ ഇതാണ്. ഏതായാലും ഹദീസ് വഹിയല്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വഹിയിലില്ലാത്ത കാര്യം നബി തങ്ങൾ ദീനായി പഠിപ്പിച്ചു എന്നാണ്. അപ്പോൾ ഒന്നുകിൽ മതനിയമം ഉണ്ടാക്കാൻ നബിക്കും അധികാരമുണ്ട് എന്ന് പറയലായി വന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ സ്ഥാനത്തേക്ക് നബിയെ ഉയർത്തൽ വന്നു. അല്ലെങ്കിൽ അള്ളാഹ് വഹിയെ കൊടുക്കാതെ തന്നെ നബി ഇവിടെ ദീൻ പഠിപ്പിച്ചു. അപ്പോൾ അതിനർത്ഥം അള്ളാഹുവിനെ മറികടന്നുകൊണ്ട് നബി ഇവിടെ ദീനിൽ കൃത്രിമത്വം കാണിച്ചു. അതും വലിയ അപരാധമാണ്. അപ്പോൾ അള്ളാഹ് പഠിപ്പിച്ചതേ ദീനുള്ളൂ. വഹിയ പ്രകാരമല്ലാതെ നബി സംസാരിക്കുകയില്ല എന്ന് ഖുർആൻ പറയുന്നു. അപ്പോൾ നബി സംസാരിച്ചതെല്ലാം വഹിയ പ്രകാരമാണ്. ആ സംസാരിച്ച ഒന്നുകിൽ ഖുർആൻ ആവാം അല്ലെങ്കിൽ ഹദീസാവാം, രണ്ടും വഹിയാണ്. ആ വഹിയാണ് എല്ലാ വിഷയങ്ങളുടെയും അവലംബം എന്ന പോലെ കർമ്മശാസ്ത്രത്തിൻ്റെയും അവലംബം വഹി തന്നെയാണ്. കാരണം ശാരിഅ് അള്ളയാണ്, അള്ളാഹുവിന് മാത്രമേ ശരീഅത്ത് നിയമങ്ങൾ ഉണ്ടാക്കാൻ അധികാരമുള്ളൂ.